ഞാൻ രാഷ്ട്രീയമല്ല കണ്ടത്, സമരം അവരെപ്പറ്റി ചിന്തിപ്പിച്ചു. 15 ആശമാരാണ് വെച്ചുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സമരം ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഇവർ ഓരോരുത്തരെയും വ്യക്തിപരമായി ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോരുത്തരെ പറ്റി ഒന്ന് പഠിച്ചു വന്നപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അർത്ഥപ്രതിക്കാർ. അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളുണ്ട്. ഒന്ന് ഭർത്താവ് സുഖമില്ലാതെ നടക്കുന്ന മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. അപ്പോൾ കണിശമായി നമ്മൾ നേരത്തെ ഇത് കണ്ടെത്തിയില്ല എന്നുള്ളത് ആ നിയമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു കുറ്റക്കാരനെ പോലെ എനിക്ക് തോന്നി. കാര്യം നിയമനാധികാരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആശാമന്. ഇപ്പോഴാണ് ഞങ്ങൾ ബഡ്ജറ്റിൽ, കാര്യം ചട്ടപ്രകാരം ബഡ്ജറ്റ് പ്രൊവിഷൻ വേണം, ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചു. ഞങ്ങൾ പദ്ധതി സമർപ്പിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. പദ്ധതി സമർപ്പിക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മൾ തുക വെക്കും. അതിനുശേഷം അത് DPCയുടെ അംഗീകാരം കിട്ടും. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് എതിർക്കേണ്ടതായ കാര്യം, അല്ലെങ്കിൽ അതിൽ എതിർക്കേണ്ടതായ കാര്യമില്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം 20% തുക മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. ആ 20% ഉൾക്കൊണ്ടാൽ കാര്യം ഇവരെല്ലാം വനിതകളാണ്. ആശാവർക്കർമാരെന്ന് വെച്ചാൽ വനിതകളെ നിയമിക്കുകയുള്ളൂ, വിവാഹം കഴിഞ്ഞവരെ നിയമിക്കുകയുള്ളൂ. അതുകൊണ്ട് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം വനിതകളാണ്. 100% ഗുണഭോക്താക്കൾ വനിതകളായതുകൊണ്ട് ആ ഫണ്ടിൽ നിന്ന് തന്നെ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുവാനുള്ള ഒരു പഴുതും കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു സർക്കുലർ ഇറക്കിയാൽ മതി. ഈ വർഷത്തെ പദ്ധതി വിഹിതത്തിൻ്റെ 20% വനിതാ വിഹിതത്തിൽ നിന്ന് വനിതാ ഘടക പദ്ധതിയിൽ ഓണറേറിയം നിശ്ചയിച്ച് നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു ഉത്തരവ് കൊടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമായി നൽകാമെങ്കിൽ ഈ സമരം അവസാനിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.